ഇഞ്ചാനി ഗ്രാമത്തിന്റെ സ്വന്തം ചെണ്ടമേള ഗ്രൂപ്പായ ബീറ്റ് ഗ്രീൻസിന്റെ അരങ്ങേറ്റം നടന്നു. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നു നൽകുന്ന ബീറ്റ് ഗ്രീൻസ് ഇഞ്ചാനി ഹോളി ഫാമിലി ദേവാലയത്തിന്റെ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഇഞ്ചാനി പള്ളിയോട് ചേർന്ന് യുവജനങ്ങളുടെ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ പുതിയ ആശയമായിരുന്നു ചെണ്ടമേള പരിശീലനം. പഠനം, കൃഷി, സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ ഒരുമയോടെ കൈകോർത്ത ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ 11 കുട്ടികളാണ് ചെണ്ട പരിശീലനം നടത്തി അരങ്ങേറ്റം കുറിച്ചത്. പ്രശസ്തനായ കലാകാരൻ കലാനിലയം ഉണ്ണിയാശാന്റെ കീഴിൽ മാസങ്ങൾ നീണ്ട പരിശീലനത്തിലായിരുന്നു ഇവർ. ബുധനാഴ്ച വൈകുന്നേരം നടന്ന ചെണ്ടമേളങ്ങളുടെ അരങ്ങേറ്റ സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അത്ഭുതങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം കൃത്രിമമായിട്ട് മാറുന്നു, ബന്ധങ്ങൾ പോലും കൃത്രിമമായിട്ട് മാറുന്നു. അന്ന് വിദൂരങ്ങളിലുള്ള ഓരോ ഒരു സൈബർ ലോകത്ത് മനുഷ്യൻ വ്യാപരിക്കുന്നു. ഇതിലൂടെ തൊട്ടടുത്ത് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ കരത്തിന്റെ സ്പർശത്തിൽ അടുത്തു നിൽക്കുന്നവരെ കാണാൻ പറ്റാത്ത വിധം അടഞ്ഞുപോയ നമ്മുടെ കണ്ണുകൾ, അതെല്ലാം ചില തിമിരങ്ങളായിട്ട് അവശേഷിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള തിമിരബാധകളുടെ നടുവിലാണ് കഴിഞ്ഞവരെ ഒന്നുകൂടി ഊതി ഉണർത്തിയെടുക്കാനും തെളിച്ചെടുക്കാനും പാകത്തിൽ പരസ്പരം ബന്ധങ്ങൾ ചേർത്ത് വെച്ച് എല്ലാം മറന്നുകൊണ്ട് ഒരു പുതിയ ക്രമത്തിലേക്കും താളത്തിലേക്കും ഒക്കെ നമ്മുടെ ഇളം തലമുറ കടന്നു വരാനായിട്ട് ഒരു അവസരം ഇവിടെ ഒരുക്കപ്പെടുന്നത് വളരെ പ്രസിദ്ധമാണ്. അപ്പൊ നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങളെ തിരികെ പിടിക്കാൻ പലതുകൊണ്ടും അകന്നുപോയ ധ്രുവീകരിക്കപ്പെട്ട സാധ്യതകളെല്ലാം മാറ്റിയെടുത്ത് ഇതാ ഇവിടെ പുതിയൊരു സാധ്യതയും പുതിയൊരു ബന്ധവും സൗഹൃദവും എല്ലാം രൂപപ്പെടുത്തിയെടുക്കാനും അങ്ങനെ ഒരു പുതിയ സംസ്കൃതി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാനും ഒക്കെ ഈ കുട്ടികളിലൂടെ ബഹുമാനപ്പെട്ട വികാരിച്ചനും അച്ഛനും ചേർന്ന് പ്രവർത്തിച്ചവർക്കും സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. അതുകൊണ്ട് പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. സന്തോഷകരമായ അസുലഭമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുക. കാരണം നമ്മുടെ ചെണ്ടവാദ്യം ഒരു തനത് പാരമ്പര്യ കലാരൂപമാണ്. അത് നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വളർന്നു പടർന്ന് പന്തലിച്ച കേരളത്തിന്റെ ഒരു തനത് കലാരൂപമാണ്. പക്ഷെ ഇന്ന് ഈ ആധുനിക സംഗീതത്തിന്റെയും റാപ്പ് സംഗീതങ്ങളുടെയും അതുപോലെയുള്ള ഈ പുതിയ കാലഘട്ടത്തിലെ സംഗീതോപകരണങ്ങളുടെയും ഒക്കെ ഒരിടയിൽ നമ്മുടെ തനത് കലാരൂപങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും അതിനോടുള്ള ആസ്വാദനവും കുറഞ്ഞു പോകുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇഞ്ചാനി പള്ളി വികാരി ഫാദർ ജോസഫ് കല്ലൂപ്പറമ്പത്ത്, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക്, ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ഷാൻഡി മോൾ, UP സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ബിനോൾ K മാത്യു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഫെസ്റ്റു ന്യൂസ്, മുണ്ടക്കയം.